പ്രിയമുള്ള പ്രേക്ഷകരെ, ഭഗവത്ഗീതയിലെ പ്രഥമ അധ്യായം അർജുന വിഷാദ യോഗം. ഈ അധ്യായത്തിലെ 21, 22, 23 ശ്ലോകങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഹൃഷീകേശം തഥാ വാക്യം ഇദമാഹമഹീപദേ സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാമഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാനവക്ഷേഹം യേതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയ ജിഗീർഷവഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. നാം കഴിഞ്ഞ ശ്ലോകത്തിൽ തുടർച്ചയായി ഹൃഷീകേശനോട് ശ്രീകൃഷ്ണ ഭഗവാനോട് അർജുനൻ പറയുന്ന ശ്ലോകം കൂടെ അന്വയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശ്ലോകം 21, 22, 23 രീതിയിലാണ്, ക്രമത്തിലാണ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഹൃഷീകേശം തഥാ വാക്യം ഇദം ആഹ മഹീപദേ സേനയോഹോ ഉഭയോഹോ മധ്യേ രഥം സ്ഥാപയ മേ അച്യുത യാവത് ഏതാൻ നിരീക്ഷേ അഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ കൈഹി മയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാൻ അവേക്ഷേ അഹം യേതേ അത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയ ചികിത്സകാഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഹേ മഹീപദേ തഥാ ഹൃഷീകേശം ഇദം വാക്യം ആഹ ഹേ അച്യുത അസ്മിൻ രണസമുദ്യമേ കൈഹി സഹ മയാ യോദ്ധവ്യം യോദ്ധുകാമാൻ അവസ്ഥിതാൻ ഏതാൻ യാവത് അഹം നിരീക്ഷേ യുദ്ധേ ദുർബുദ്ധേഃ ധാതരാഷ്ട്രസ്യ പ്രിയചികീർഷകാഃ യേതേ അത്ര സമാഗതാഃ യോത്സ്യമാനാൻ അഹം അവേക്ഷേ ഉഭയോഹോ സേനയോഹോ മധ്യേ മേ രഥം സ്ഥാപയ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുകയാണ്, അല്ലയോ മഹീപദേ. അർജുനൻ തൻ്റെ വില്ല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൃഷ്ണനോട് അർജുനൻ ഇപ്രകാരം പറയുന്നു, അല്ലയോ അച്യുത, നാശമില്ലാത്തവനെ, ഈ യുദ്ധയജ്ഞത്തിൽ ഞാൻ ആരോടൊക്കെ യുദ്ധം ചെയ്യണം? ദുർബുദ്ധിയായ ദുര്യോധനന് പ്രിയം ചെയ്യുവാൻ ആഗ്രഹിച്ച് ഇവിടെ യുദ്ധത്തിനായി സന്നിഹിതരായിരിക്കുന്ന ആ യോദ്ധാക്കളെയൊക്കെ തന്നെ ഞാൻ കാണട്ടെ. അതിന് പറ്റുന്ന രീതിയിൽ 2 സേനകളുടെയും മധ്യത്തിലായി എൻ്റെ രഥത്തെ നയിച്ചാലും. ഇതാണ് അർജുനൻ തൻ്റെ സാരഥിയായ കൃഷ്ണനോട് പറയുന്നു ഈ ശ്ലോകത്തിലൂടെ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.